ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം പറഞ്ഞ ചാപ്റ്ററിലെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് യൂസ്ഡ് ഫോർ കംപ്ലീറ്റ്ലി ക്യാരക്ടറൈസിങ് ഈച്ച് ഇലക്ട്രോൺ ഓഫ് ആറ്റം ആർ നോൺ ആസ് ക്വാണ്ടം നമ്പേഴ്സ്. അതായത് നമുക്ക് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് എന്ത് നിന്ന് കിട്ടും? ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഫുൾ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട്. 4 such quantum numbers are found to be necessary for describing an electron completely. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് ഡിസ്ക്രൈബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്? 4 ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വാല്യൂ വരുന്നത് എന്താ പേര് വരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിന് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന വെച്ചാൽ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തേത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അതിന് നമ്മൾ എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും? എൽ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് വരുന്നത് മാഗ്നറ്റിക് ആണ്. അതിന് നമ്മൾ എം വെച്ചിട്ട് അല്ലെങ്കിൽ എം എൽ ഈ ഒരു ഫോമിലാണ് ഡിനോട്ട് ചെയ്യാറ്. അടുത്ത വരുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിനെന്താണ്? എസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യാറ്, സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റത്തിലെ ഒരു ഇലക്ട്രോണിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് 4 സച്ച് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. പേര് പറഞ്ഞു നോക്കിക്കേ: പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക്, സ്പിൻ. പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക്, സ്പിൻ. ഇതാണ് എന്ത് വരുന്നത്? 4 ക്വാണ്ടം നമ്പേഴ്സ് വരുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? ദ നമ്പേഴ്സ് യൂസ്ഡ് ഫോർ കംപ്ലീറ്റ്ലി ക്യാരക്ടറൈസിങ് ഈച്ച് ഇലക്ട്രോൺ ഓഫ് ആറ്റം ആർ നോൺ ആസ് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അടുത്ത നോക്കാം. ആ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ എന്താണ്? പ്രിൻസിപ്പൽ. അതിന് എന്ത് വെച്ചിട്ട് നമ്മൾ കാണിക്കും? എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? സിമ്പിൾ വരുന്നത്. അതിൽ വാല്യൂസ് എപ്പോഴും പോസിറ്റീവേ വരുള്ളൂ. ലൈക്ക് 1, 2, 3 പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമേ എന്തിൻ്റെ വാല്യൂ ആയിട്ട് വരുള്ളൂ? എന്നിൻ്റെ വാല്യൂ ആയിട്ട് വരുള്ളൂ. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി നോക്കുന്ന നേരം ഓർബിറ്റൽ സൈസ് ആൻഡ് എനർജി ലെവൽ. അത് നമുക്ക് തരുന്ന ഇൻഫോർമേഷൻ. ഓർബിറ്റൽ സൈസും അതുപോലെ തന്നെ എനർജി ലെവലും. ക്ലിയർ അല്ലേ? നോക്കിക്കേ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സിമ്പിൾ എന്നാണ്. അതിൻ്റെ അലൗഡ് വാല്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രമാണ് വരിക. പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ്? ഓർബിറ്റൽ സൈസ് ആൻഡ് എനർജി ലെവൽ. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വരുന്നത് എന്താണ്? സെക്കൻഡറി, അല്ലേ? അപ്പോൾ സെക്കൻഡറിയിൽ വരുന്നതാണ് ഏതൊക്കെ? സെക്കൻഡറിയിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പഠിച്ചത് കേട്ടോ. ഓക്കെ, ഇതിന് എന്ത് ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൽ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിജേഴ്സ് വാല്യൂസ് എങ്ങനെയാ വാരി ചെയ്യുന്നത്? 0 to n-1. ഇവിടെ എന്നിന്റെ വാല്യൂ എന്താണോ, അപ്പൊ 0 തൊട്ടിട്ട് n-1 വരെയുള്ള വാല്യൂസേ ആർക്ക് വരുള്ളൂ? ഈ ഒരു അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് വരുള്ളൂ. എന്ത് പ്രോപ്പർട്ടി അത് ഡിസ്ക്രൈബ് ചെയ്യുക? ഓർബിറ്റൽ ഷേപ്പ് ആണ്. ഓർ സബ് ഷെൽസിനെയാണ് പറയുന്നത്. ഇവിടുത്തെ കേസിൽ എന്താണ്? ഷെൽസിനെ ആയിരിക്കും പറയുക കേട്ടോ. ഇവിടെ എത്തുമ്പോഴാണ് എന്ത് പറയുന്നത്? സബ് ഷെല്ലിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർബിറ്റലിന്റെ ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ഷെല്ലിന്റെ ഇൻഫോർമേഷൻ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ തരിക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഷെല്ലിന്റെ ഇൻഫോർമേഷൻ, ഷെൽ നമ്പർ വെച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ നമ്മൾ പഠിച്ചതായിരുന്നു ഏത്? മാഗ്നറ്റിക്. മാഗ്നറ്റിക്കിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, എം ആൻഡ് എൽ. ഓക്കെ, അതിൽ വാല്യൂസ് വരുമ്പോൾ ഇൻഡിജേഴ്സ് ആയിരിക്കാം. ലൈക്ക് -L to +L. ആലോചിച്ചേ, ഇവിടെ നിങ്ങൾക്ക് എന്നിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 0 to n-1 വരെയുള്ള വാല്യൂ ആണ് എന്തിന് വരിക? എല്ലിന് വരിക. എല്ലിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? -L to +L വരെയുള്ള വാല്യൂസ്, -L to +L ഇൻക്ലൂഡിങ് 0 വാല്യൂസ് അതിൽ എന്ത് വരും? മാഗ്നറ്റിക്കിന് വരും. ഓക്കെ,
-L to +L. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങളുടെ Lന്റെ വാല്യൂ 1 ആണെങ്കിൽ -1 to +1 എന്ന് വെച്ചാൽ -1 to +1 എന്ന് പറയുമ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്തിട്ട് -1, 0, +1 ഈ വാല്യൂസ് ഒക്കെ എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് തരുന്ന പ്രോപ്പർട്ടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർബിറ്റൽ ഓറിയന്റേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വാണ്ടം നമ്പർ ആണ് ഏത്? സ്പിൻ ക്വാണ്ടം നമ്പർ. അതിനെ നമ്മൾ എന്ത് കാണിക്കും? M and S വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇതിന്റെ വാല്യൂസ് ആകെ 2 വാല്യൂസേ മക്കളെ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്നെങ്കിൽ എന്താണ് +12 അല്ലെങ്കിൽ എന്താണ് -12 കേട്ടോ. ഒന്നെങ്കിൽ +12 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ -12 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. +12 ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യും. അതുപോലെ -12 ആണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യും? ആന്റി ക്ലോക്ക് വൈസ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ +12 -12 ഈ 2 വാല്യൂസ് മാത്രമേ ഇതിന് വരുള്ളൂ, മാഗ്നറ്റിക്കിന് വരുള്ളൂ. അപ്പോൾ +12 ആണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനെയും -12 ആണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ സ്പിൻ ഡയറക്ഷൻ ആണ് പ്രോപ്പർട്ടി വരിക. സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് എന്താ ഇൻഫോർമേഷൻ തരിക? ഇലക്ട്രോൺ സ്പിൻ ഡയറക്ഷൻ, അതായത് ഈ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളത് പോലെ. ക്ലിയർ അല്ലേ? +12 or -12 ഈ 2 വാല്യൂസ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടിയും അതിന് വരുന്ന വാല്യൂസും ആണ് എന്ത് ചെയ്തത് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഓരോ ക്വാണ്ടം നമ്പറിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സിൽ ഫസ്റ്റ് 1 ആണ് ആദ്യം നോക്കുന്നത്. ഏതായിരുന്നു പേര് വരുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ? അതിന് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്? N വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തത്? ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻസ് ദ ഷെൽ in which a particular orbital is found. അപ്പോൾ ഒരു ഓർബിറ്റൽ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഷെൽ ഏതാന്നുള്ളതാണ് ആര് ഡിഫൈൻ ചെയ്യുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ആൻഡ് മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻഡിജർ. അപ്പോൾ ഷെൽ നമ്പർ നിങ്ങൾക്കറിയാം 1, 2, 3 എന്നുള്ളത് അത് എപ്പോഴെങ്കിലും നെഗറ്റീവ് വാല്യൂ ആവാൻ പാടുണ്ടോ? ഇല്ല, ഷെൽ നമ്പർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം. സോ n മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻഡിജർ. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അത് എക്സാമ്പിൾ പറയാണ് കേട്ടോ. n മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻഡിജർ. അതിൽ ഇഫ് n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഷെല്ലാണ്. n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് ഫസ്റ്റ് ഷെൽ. ഇനിയിപ്പോൾ n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ഷെൽ ആൻഡ് സോ ഓൺ. n-ന്റെ വാല്യൂ 3 ആണെങ്കിൽ തേർഡ് ഷെൽ. അപ്പോൾ ഏത് ഷെല്ലാണോ ആ ഷെൽ നമ്പറിനെയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n എന്ത് ചെയ്യുന്നത്? ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഓൾവേസ് എന്തേ വരുള്ളൂ? പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുള്ളൂ. ഈച്ച് ഷെൽ ഹാസ് ഡിഫറെൻറ്റ് എനർജി. നമ്മുടെ ഓരോ ഷെല്ലിനും എന്തായിരിക്കും? ഡിഫറെൻറ്റ് എനർജീസ് ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ അറിയേണ്ടത്. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ 2s ഓർബിറ്റലാണ് നോക്കുന്നതെന്ന് കരുതുക. ഇതിലെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫ്രണ്ടിലെ നമ്പറാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ കേസിൽ n-ന്റെ വാല്യൂ എന്താ വരിക? 2. ഇനിയിപ്പോൾ 3p എന്ന് പറഞ്ഞ ഓർബിറ്റലാണെങ്കിൽ അവിടെ n-ന്റെ വാല്യൂ എന്താ വരിക? 3. അങ്ങനെ ആ ഒരു ഷെൽ നമ്പറിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത് പറയുന്നത് സെക്കൻഡറി ക്വാണ്ടം നമ്പർ, അതായത് നമ്മൾ പഠിച്ച അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് കേട്ടോ. ലെറ്റർ എന്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ കൊടുത്തത്? L അല്ലേ? വിച്ച് ഇൻഡെക്സസ് എനർജി ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർബിറ്റൽസ് ഇൻ ദ സെയിം ഷെൽ ഓഫ് എൻ ആറ്റം. ഒരു ആറ്റത്തിലെ സെയിം ഷെല്ലിൽ വരുന്ന ഓർബിറ്റൽസിന്റെ എനർജി ഡിഫറൻസ്. ഇതിൽ L-ന്റെ വാല്യൂസ് മറ്റോടത്ത് എന്താണ്? ഫസ്റ്റ് 1-ൽ നമ്മൾ എന്ത് പറഞ്ഞു? പോസിറ്റീവ് ഇൻഡിജേഴ്സ് മാത്രം. ഇവിടെ എന്താണ്? L ഹാസ് ഇന്റഗ്രൽ വാല്യൂസ് ഫ്രം 0 to n-1. 0 തൊട്ടിട്ട് n-1 വരെയുള്ള വാല്യൂസ് എന്താണ്? ഇവിടെ പോസിബിൾ ആണ്.
എൽ സ്പെസിഫൈസ് സബ്ഷെൽ, അത് ഓർത്ത് വെക്കുക കേട്ടോ. 2 പോയിന്റും ആലോചിക്കുക. എൻ സ്പെസിഫൈ ചെയ്യുന്നത് ഷെല്ലിനെ ആണെങ്കിൽ എൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? സബ്ഷെല്ലിനെയാണ്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എൻ സ്പെസിഫൈ ചെയ്യുന്നത് ഷെല്ലിനെ ആണെങ്കിൽ എൽ അസിമുത്തൽ കോണ്ടന്റ് നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത് സബ് ഷെല്ലിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഓരോന്നിന്റെ സബ് ഷെല്ലിന്റെ വാല്യൂസ് നോക്കാം അല്ലെ. സപ്പോസ് എൽ വാല്യൂ വരുന്നത് 0 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് സബ് ഷെല്ലിനെയാണ്? എസിനെയാണ്. അപ്പോൾ എല്ലിന്റെ വാല്യൂ 0 വന്നാൽ നിങ്ങൾക്ക് അത് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം. എസ് സബ്ഷെൽ. ഇവിടെ ഓർക്കേണ്ട പോയിന്റ് 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എൽ വാല്യൂ 1 എന്ന് കാണുമ്പോഴാണ് എസ് എന്ന് വിചാരിച്ചു പോവരുത്. ഓക്കെ, അങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടാവാറ്. അതായത് എൽ വാല്യൂ 1 എന്ന് കാണുമ്പോൾ അത് പി ഓർബിറ്റലാണ്, പി സബ്ഷെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അല്ലാതെ 1 കാണുമ്പോൾ 1 എസ് ആണ്, 2 പി ആണ്, അങ്ങനെ വിചാരിക്കരുത്. 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാല്യൂ. സോ എല്ലിന്റെ വാല്യൂ 0 വന്നാലാണ് എന്ത് വരുന്നത്? എസ് സബ്ഷെല്ല് വരുന്നത്. അപ്പൊ 1 വരുമ്പോൾ അത് എന്താവും? പി ആവും. 2 വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താവും? ഡി ആവും. 3 വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താവും? എഫ് ആവും. അങ്ങനെയാണ് വാല്യൂസ് വരിക. 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? അടുത്ത് വരുന്നതാണ് തേർഡ് കോണ്ടന്റ് നമ്പർ പഠിക്കാനുള്ളത്, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഇറ്റ് ഹാസ് ഇൻഡിജർ വാല്യൂസ് ആണ് വരിക. ഇൻഡിജർ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ് എന്താണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന് വരാം. So magnetic content number values absolute value must be less than or equal to L. L നേക്കാൾ എന്താണ് ലെസ് ദാനോ ഈക്വലോ ആയിട്ട് വരുന്ന ടോട്ടൽ വാല്യൂസ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് എല്ലിൻ്റെ വാല്യൂ 0 ആണ് എന്ന് വിചാരിക്കാം. എല്ലിൻ്റെ വാല്യൂ 0. അപ്പോൾ എനിക്ക് മാഗ്നറ്റിക് വാല്യൂസ് എഴുതുമ്പോൾ ഞാൻ ഓർക്കേണ്ടത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് വെച്ചാൽ -L to +L ആണ്, ഇൻക്ലൂഡിങ് 0. ഓക്കെ, -L to +L വാല്യൂസ് പോസിബിൾ ആണ്, ഇൻക്ലൂഡിങ് 0. അതാണ് നിങ്ങൾ ഓർക്കേണ്ട ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അത് ആലോചിക്കുക. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂസ് എഴുതുമ്പോൾ ആദ്യത്തെ പോയിന്റ് -L to +L ഇൻക്ലൂഡിങ് 0 വാല്യൂസ് പോസിബിൾ ആണ്. രണ്ടാമത് നിങ്ങൾ ആലോചിക്കുക 2n + 1 ഇത്രയും വാല്യൂസ് എന്താണ് പോസിബിൾ ആണ്. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന്റെ എൽ വാല്യൂ എത്രയാണോ +1 ഇത്രയും എന്താണ് വാല്യൂസ് പോസിബിൾ ആണ്. എത്ര വാല്യൂസ് പോസിബിൾ ആണ് ചോദിച്ചാൽ 12 + 1. ഏതൊക്കെയാണ് വാല്യൂസ് എന്ന് ചോദിച്ചാൽ -L to +L ഇൻക്ലൂഡിങ് 0. അപ്പൊ ആ 2 പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നോട്ട് ചെയ്യണേ ആ 2 പോയിന്റ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ ആയിട്ട് ആദ്യം ഞാൻ എന്തെടുത്തു? L = 0 എന്ന് എടുത്തു. L = 0 വരുമ്പോൾ എത്ര വാല്യൂസ് പോസിബിൾ ആണെന്ന് അറിയാൻ ഞാൻ ഇവിടെ പുട്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. എല്ലിന് 0 പുട്ട് ചെയ്ത് എന്താ വരിക? 2 × 0 + 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് പേജിൽ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ്? എല്ലിന്റെ വാല്യൂ 0 ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ. എല്ലിന്റെ വാല്യൂ 0 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ MLന്റെ വാല്യൂ ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണെന്നാണ് നമ്മൾ പഠിച്ചത്? -L to +L ഇൻക്ലൂഡിങ് 0 വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, ഏതൊക്കെയാ വാല്യൂസ് പോസിബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 2L + 1 ഇത്രയും വാല്യൂസ് എന്താണ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂ നോക്കുമ്പോൾ ഏതൊക്കെയാ വരുന്നത്?
ഫസ്റ്റ് കേസിൽ എൽ വാല്യൂ ഞാൻ എന്താ കൊടുക്കുന്നത് 0 എന്നല്ലേ. അപ്പൊ 2 × 0 + 1 എന്ന് പറയുമ്പോൾ ആകെ ഒരു വാല്യൂവേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അത് ഏതാണ്? -l to +l ഇൻക്ലൂഡിങ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് മാത്രമേ വാല്യൂ വരുള്ളൂ? 0 മാത്രമേ വാല്യൂ വരുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. സെക്കൻഡ് കേസ് നോക്കിക്കേ. l = 1 ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് കരുതുക. l = 1 ആവുമ്പോൾ എത്ര വാല്യൂസ് പോസിബിൾ ആണ്? ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. 2 × 1 + 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വാല്യൂസ് അവിടെ പോസിബിൾ ആണ് അല്ലേ. ഏതൊക്കെയാ വാല്യൂസ് പോസിബിൾ മക്കളെ? -l to +l ഇൻക്ലൂഡിങ് 0. അപ്പോൾ -1 to +1 ഇൻക്ലൂഡിങ് 0. ക്ലിയർ അല്ലേ? -1 0 +1. ഓക്കെ. അപ്പൊ 3 വാല്യൂസ് പോസിബിൾ ആണെന്ന് കിട്ടി. അടുത്ത കേസ് നോക്കിക്കേ. l = 3 നോക്കാം, 2 നോക്കാം എന്ന് പറയുമ്പോൾ എങ്ങനെയാ വാല്യൂസ് പോസിബിൾ ആണോ പറയാ? 2 × 2 + 1 എന്ന് പറയുമ്പോൾ 5 വാല്യൂസ് പോസിബിളാ. ഏതൊക്കെയാ വാല്യൂസ്? -l to +l, -2 to +2 ഇൻക്ലൂഡിങ് 0. ഏതൊക്കെ വാല്യൂസ് വരും? -2, -1, 0, +1, +2. 5 വാല്യൂസ് വരുന്നില്ലേ? ക്ലിയർ? ലാസ്റ്റ് കേസ് നമുക്ക് l = 3 കൂടെ നോക്കാം. l = 3 ആവുമ്പോൾ എത്ര വാല്യൂസ് പോസിബിൾ ആണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 2l + 1 എന്ന് പറയുമ്പോൾ 7 വാല്യൂസ് പോസിബിളാ. ഏതൊക്കെയാ വാല്യൂസ് എന്ന് അറിയാൻ എന്താ നോക്കേണ്ടത്? -l to +l ഇൻക്ലൂഡിങ് 0 എന്ന് പറയുമ്പോൾ -3, -2, -1 ഇൻക്ലൂഡിങ് 0 + 3 വരെ അല്ലേ. അപ്പൊ ഈ വാല്യൂസ് ആണ് എന്തിന് പോസിബിള്? ഈ ഒരു l = 3ക്ക് പോസിബിൾ ആയ മാഗ്നറ്റിക് വാല്യൂസ്. ക്ലിയർ ആണോ? ഈ 2 പോയിന്റ് ആലോചിച്ചാൽ മതി. ഏതൊക്കെ വാല്യൂസ് ആ പോസിബിൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോസിബിൾ വാല്യൂസിന്റെ നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ ആലോചിക്കാം നമുക്ക്. 2l + 1 ഏതൊക്കെയാണ് വാല്യൂസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? -l to +l ഇൻക്ലൂഡിങ് 0 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ വാല്യൂസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. -1, 0, 1 എന്ന് വരും. പിന്നെന്താണ്? 2ന്റെ കേസ് ആവുമ്പോൾ 3ന്റെ കേസ് ആവുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു കേട്ടോ. ഓക്കെ. ഇനി സ്പിൻ കോണ്ടന്റ് നമ്പറിന്റെ കേസും കൂടെ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്തായിരുന്നു കേസ്? 2 വാല്യൂസേ ആകെ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ +½ അല്ലെങ്കിൽ -½ +½ ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും -½ ആണെങ്കിൽ നമ്മൾ അതിനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും പറയും. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പൊ 4 കോണ്ടന്റ് നമ്പേഴ്സ് ക്ലിയർ അല്ലേ? പ്രിൻസിപ്പൽ ഷെൽ നമ്പർ തരും, അസിമുത്തൽ എൽ വാല്യൂ എന്ത് തരും? സബ് ഷെല്ല് തരും. മാഗ്നറ്റിക്കിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? -l to +l ഇൻക്ലൂഡിങ് 0 വാല്യൂസ് ഏത് വേണമെങ്കിലും പോസിബിൾ ആണ്. ലാസ്റ്റ് സ്പിന്ന് വരുമ്പോൾ ക്ലോക്ക് വൈസ് +½ -½ ആയിട്ട് വാല്യൂസ് വരും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. What is the total number of orbital associated with the principal quantum number n = 3? Principal quantum number വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? n = 3 എന്നല്ലേ. അപ്പൊ ഈ ഒരു ഇതില് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്? n = 3 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയാണ്? എല്ലിന്റെ പോസിബിൾ വാല്യൂസ് നമ്മൾ എന്താ പറഞ്ഞത്? 0 to n-1 വാല്യൂസ് ആണ് പോസിബിൾ. 0 to n-1. n 3 ആണെങ്കിൽ എന്ത് കൊടുക്കുക? 3 - 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വരെ. അപ്പൊ 0 തൊട്ടിട്ട് 2 വരെ എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് അല്ലേ പോസിബിൾ ആയിട്ട് കിട്ടുക അല്ലേ? 0 to n-1 ആണ് പോസിബിൾ വാല്യൂസ് ഫോർ L. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 3ലാണെങ്കിൽ 3s, 3p, 3d നോക്കുകയാണ് കേട്ടോ. 3s ഓർബിറ്റൽ, 3p ഓർബിറ്റൽ, 3d ഓർബിറ്റലാണ് വരുന്നത് n = 3 ആയതുകൊണ്ട്. ആദ്യത്തെ കേസിലാണെങ്കിൽ എത്ര എണ്ണം വരും മക്കളെ? n = 3, l = എല്ലിന്റെ 3 കേസാണ്. l 0, 1, 2 വരാം. അപ്പോൾ l 0 ഉള്ളത് എടുത്തിട്ടുണ്ട് ഞാൻ, l 1 ഉള്ളത് എടുത്തിട്ടുണ്ട്, l 2 ഉള്ളത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ആദ്യം ഏതൊക്കെ വാല്യൂസ് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. l = 1 ഉണ്ട്. l = 1 ആയിട്ടുണ്ടെങ്കിൽ
എം എല്ലിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? -1, 0, +1. ഓക്കെ, അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലേ? L = 0 ആണെങ്കിലോ ആകെ 0 മാത്രം, മൈനസ് പ്ലസ് എന്നൊന്നും പറയല്ലോ, 0 മാത്രം. അപ്പൊ അവിടെ ആകെ ഒറ്റൊന്നേ ഉള്ളൂ. അടുത്തത് L = 2 ആകുമ്പോഴോ ഏതൊക്കെ വരാം? -2, -1, 0, +1, +2, 5 വാല്യൂസ് വരാം അല്ലേ? അപ്പൊ ടോട്ടൽ 1 + 3 + 5 എത്ര എണ്ണം വരാം? ഓർബിറ്റൽസ് 9 എണ്ണം പോസിബിൾ ആണ്. ഇനി ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇക്വേഷൻ ആലോചിച്ചാൽ മതി കേട്ടോ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് = n². ഞാൻ ആദ്യം ഏതൊക്കെയാ വാല്യൂസ് എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് ഓർബിറ്റൽസ് = n². n എത്രയാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 3 ആണ്. അപ്പൊ 3² പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ 9 ആണെന്ന് കിട്ടും. ഏതൊക്കെയാന്ന് അറിയുന്നതാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിങ് SPDF നൊട്ടേഷൻ ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽ വിത്ത് ദ ഫോളോയിങ് കോണ്ടന്റ് നമ്പർ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് n പറഞ്ഞ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂയും L ന്റെ വാല്യൂ ആണ്. L എന്തിനായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്? ഷെല്ലിനെ ആയിരുന്നു. അതുപോലെ തന്നെ L എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്ന മക്കളെ? സബ് ഷെല്ലിനെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കൊടുക്കുമ്പോൾ n2 ഉം L ന്റെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലെ? എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെൽ നമ്പർ എത്രയാണ്? 2 ആണ്. L = 1 എന്ന് പറയുമ്പോൾ എന്താണ്? L ന്റെ വാല്യൂസ് എങ്ങനെയായിരുന്നു വരുന്നത്? 0, 1, 2, 3 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് SPDF ആണ് വാല്യൂ. അപ്പോ L ന്റെ വാല്യൂ 1 എന്ന് പറയുമ്പോൾ അത് എന്തിനാ കറസ്പോണ്ടിങ് വരുന്നത്? P സബ്ഷെല്ലിനെയാണ്. അപ്പൊ എന്താ വരിക? 2P. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് വരുമ്പോ n = 4, L = 0 ആണ് എന്ന് പറയുമ്പോൾ 4, L = 0 എന്ന് പറയുമ്പോൾ ഏതാ സബ്ഷെല്ല് വരുന്നത്? S. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4S ആണെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ n ന്റെ വാല്യൂ 5 ആണ്. അപ്പോ ഷെൽ നമ്പർ 5 ആണ്. L = 3 എന്ന് പറയുമ്പോൾ ഏത് വരും? F വരും അല്ലേ? അപ്പൊ 5F ഓർബിറ്റൽ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? n = 3, L = 2. അതായത് 3 എന്ന് പറഞ്ഞാണ് ഷെൽ നമ്പർ, L = 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? D ആണ്. അപ്പൊ എന്ത് വരും? 3D ഓർബിറ്റൽ വരും. ക്ലിയർ അല്ലേ? ഓക്കെ. Okay. An electron is in one of the 3D orbitals. Give the possible value of n, L and magnetic quantum number of electron. Okay. 3D ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഉള്ളത്. അതൊന്ന് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം മക്കളെ? n ന്റെ വാല്യൂ എഴുതാലോ. ഏതാണ്? 3 അല്ലേ? L ന്റെ വാല്യൂ എന്താ വരിക? D ഓർബിറ്റൽ ആണെങ്കിൽ L ന്റെ വാല്യൂ 2 ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ആ രണ്ടെണ്ണം കിട്ടി. ഇനി ML ന്റെ വാല്യൂസ് നിങ്ങൾ എന്താ പഠിച്ചത്? എത്ര വാല്യൂസ് പോസിബിൾ ആണെന്നാ പഠിച്ചത്? 2L + 1 അല്ലേ? L 2 ആണ്. അപ്പൊ 2 × 2 + 1, 5 വാല്യൂസ് പോസിബിൾ ആണ്. ഏതൊക്കെയാ വാല്യൂസ് എങ്ങനെയാ കണ്ടുപിടിച്ചത് നമ്മള്? -L to +L ഇൻക്ലൂഡിങ് 0 അല്ലേ? ഓക്കെ, അപ്പോ 2 ആണെങ്കിൽ -L to +L ഇൻക്ലൂഡിങ് 0 നമ്മൾ എങ്ങനെയാ വാല്യൂസ് കൊടുക്കുക? -2, -1, 0, +1, +2, 5 വാല്യൂസ് പോസിബിൾ. ഏതൊക്കെയാ വാല്യൂസ് കൊടുക്കുമ്പോൾ? -2, -1, 0, +1, +2. ഓക്കെ, അപ്പോൾ n ന്റെ വാല്യൂ 3 എന്ന് കിട്ടി, L ന്റെ വാല്യൂ 2 എന്ന് കിട്ടി, മാഗ്നറ്റിക്കിന്റെ വാല്യൂ -2, -1, 0, +1, +2. ഈ വാല്യൂസ് ഒക്കെ എന്താണ്? പോസിബിൾ ആണ്. അപ്പൊ അതല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നോക്കാം. An atomic orbital has n = 3. അതായത് ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 3 ആണ് അല്ലേ? What are the possible values for L and ML?
എന്നിന്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്ക് പോസിബിൾ വാല്യൂസ് എന്താ? എല്ലിന്റെ വാല്യൂസ് പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാ? 0 to n-1 വാല്യൂസ് ആണ് പോസിബിൾ. mlന്റെ വാല്യൂസ് ചോദിക്കുമ്പോൾ എന്താണ്? 2l+1 വാല്യൂസ് പോസിബിൾ ആണ് -l to +lന്റെ കേസ്. ക്ലിയർ അല്ലേ? എല്ലിന്റെ വാല്യൂസ് ചോദിച്ചാൽ n തന്നിട്ട് l എത്ര വാല്യൂസ് പോസിബിൾ ആണ്, ഏതൊക്കെ വാല്യൂസാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കൊടുക്കുക? 0 to n-1 വാല്യൂസ് എല്ലിന് പോസിബിൾ ആണ്. mlന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? എല്ലിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ -l to +l വാല്യൂസ് 2l+1 ടോട്ടൽ പോസിബിൾ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഏതാണ്? n = 3 ആണെങ്കിൽ എല്ലിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആയിരിക്കും മക്കളെ? 0 to n-1 അല്ലേ? അപ്പൊ 0 to 3-1 എന്ന് വെച്ചാൽ 2 വരെ. അപ്പൊ 0 വരാം, 1 വരാം, 2 വരാം. ക്ലിയർ? ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. 0 to n-1 വാല്യൂസ് ആണ് എല്ലിന് പോസിബിൾ ആയിട്ടുള്ളതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി mlന്റെ വാല്യൂസ് എന്ത് വരാം? കറസ്പോണ്ടിങ് l 0 ആണെങ്കിൽ ഇത് 0, 1 ആണെങ്കിൽ -1 to +1 ഇൻക്ലൂഡിങ് 0 എന്ന് പറയുമ്പോൾ -1 0 +1, 2 ആണെങ്കിൽ -2 -1 0 +1 +2. ക്ലിയർ ആണോ ഓരോ വാല്യൂസും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് ദ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഫോർ 3D ഓർബിറ്റൽസ്. 3D ഓർബിറ്റൽസിലെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ വാല്യൂ വരിക? 3D അല്ലേ? 3 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ അവിടെ എന്താ വരിക? 3 ആണ്. D എന്ന് പറയുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്താ മക്കളെ വരിക? D സബ്ഷെല്ല് പറയുമ്പോൾ എല്ലിന്റെ വാല്യൂ 2. ഓക്കെ, അവർ ചോദിച്ചിരിക്കുന്ന എന്നല്ല, മാഗ്നറ്റിക്കും അസിമുത്തല്ല. അപ്പൊ എല്ലിന്റെ വാല്യൂ 2 എന്നും കിട്ടും. അപ്പം മാഗ്നറ്റിക്കിന്റെ വാല്യൂ എന്തൊക്കെ വരും? -2 -1 0 +1 +2. ക്ലിയർ അല്ലേ? ഡി ഓർബിറ്റൽ നോക്കിയാൽ മതി. ഡി ഓർബിറ്റൽ ആണെങ്കിൽ വാല്യൂ എന്താ വരിക? 3D ഓർബിറ്റൽ. ഡി പറയുമ്പോൾ എല്ലിന്റെ വാല്യൂ 2 വരും. അപ്പൊ മാഗ്നറ്റിക്കിന്റെ വാല്യൂസ് -2 -1 0 +1 +2 എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following orbitals are possible? ഇതിൽ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് പോസിബിൾ എന്ന്? 1p പോസിബിൾ ആണോ? അല്ല, 1p വരില്ല അല്ലെ? 1ൽ എന്ത് മാത്രമേ വരുള്ളൂ? 1 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ വരുള്ളൂ? s മാത്രം. 2 ആണെങ്കിൽ s-ഉം വരും, 2 ആണെങ്കിൽ p-യും വരും. ഓക്കെ, 3 ആണെങ്കിലോ? 3ൽ s-ഉം വരും, 3ൽ p-യും വരും, 3ൽ d-യും വരും. 4 ആണെങ്കിൽ 4ൽ s-ഉം വരും, 4ൽ p-യും വരും, d-യും വരും, f-ഉം വരും. അപ്പൊ 1s പോസിബിൾ, 1s മാത്രമേ 1ൽ പോസിബിൾ ഉള്ളൂ. 2 ആണെങ്കിൽ 2s-ഉം 2p-യും വരും. 3 ആണെങ്കിൽ 3s 3p 3d മൂന്നും പോസിബിൾ ആണ് കേട്ടോ. 4 ആണെങ്കിൽ 4s 4p 4d 4f ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ 1p എന്ന് പറഞ്ഞത് എന്തല്ല? പോസിബിൾ അല്ല. 2s ആണെങ്കിലോ? 2ൽ s എന്താണ്? പോസിബിൾ ആണ് അല്ലേ? അപ്പൊ 2s എന്താണ്? പോസിബിൾ ആണ്. 2p ആണെങ്കിലോ? 2p പോസിബിൾ ആണ് അല്ലേ? 3f 3ൽ f വരുമോ? 3ൽ 3 എണ്ണേ വരുള്ളൂ, spd. 3f എന്തല്ല? പോസിബിൾ അല്ല. അപ്പൊ ഏതൊക്കെയാ പോസിബിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ആൻസർ വരിക? 2s-ഉം 2p ഓർബിറ്റൽസ് ആണ് എന്ത് വരിക? പോസിബിൾ ആയിട്ട് വരിക. ബാക്കി രണ്ടെണ്ണം എന്തല്ല? പോസിബിൾ അല്ല. ഏതൊക്കെ? 1p എന്ന് പറഞ്ഞതും 3f എന്ന് പറഞ്ഞ ഓർബിറ്റൽസും എന്തല്ല? പോസിബിൾ അല്ല. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത നോക്കാം. യൂസിങ് SPD നൊട്ടേഷൻ ഡിസ്ക്രൈബ് ദ ഓർബിറ്റൽസ്. നിങ്ങൾ ചെയ്തതാണ് അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞ n = 1 l = 0 പറഞ്ഞ എന്താ വരിക? n = 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർബിറ്റൽ, l = 0 എന്ന് പറയുമ്പോൾ എല്ലിന്റെ ഓർത്ത് വെക്കുക 0 1 2 3 അനുസരിച്ച് സബ്ഷെല്ലിന്റെ വാല്യൂസ് എങ്ങനെയായിരുന്നു വന്നത്? SPDF. അപ്പോൾ l = 0 എന്ന് പറയുമ്പോൾ s അല്ലേ? അപ്പോൾ 1s എന്ന് കിട്ടും ആൻസർ, 1s ഓർബിറ്റൽ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. n=3 l=1. n=3 പറയുമ്പോൾ തേർഡ് ഷെല്ല്, l=1 എന്ന് പറയുമ്പോൾ ഏതാ സബ് ഷെല്ല്? p. അപ്പൊ എന്ത് വരും? 3p ഓർബിറ്റൽ എന്ന് വരും. ഓക്കെ, അടുത്ത് പറഞ്ഞേ. n=4 എന്ന് പറയുമ്പോൾ ഫോർത്ത് ഷെല്ല്, l=2 എന്ന് പറയുമ്പോൾ ഏതാ വാല്യൂ വരിക? d. അപ്പോൾ 4d ഓർബിറ്റൽ എന്ന് കിട്ടും. ലാസ്റ്റ് വൺ, n=4 l=3. ഫോർത്ത് ഷെല്ല് തന്നെ, l=3. എല്ലിന്റെ വാല്യൂ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ഓർബിറ്റ്? സബ് ഷെല്ല് f. അപ്പൊ ഏത് ഓർബിറ്റൽ വരും? 4f ഓർബിറ്റൽ. ഈസി അല്ലേ ഇപ്പോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് കോണ്ടന്റ് നമ്പേഴ്സ് ടോപ്പിക് ഫിനിഷ് ചെയ്യാം. Explain giving reason which of the following sets of content numbers are not possible. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 6 സെറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സെറ്റാണ് പോസിബിൾ അല്ലാത്തത്? കോണ്ടന്റ് നമ്പേഴ്സിന് നോട്ട് പോസിബിൾ ആയ സെറ്റ് ഏതാണെന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കാം അല്ലേ. ഫസ്റ്റത്തെ നോക്കിക്കേ. n=0. ഷെൽ നമ്പർ എപ്പോഴെങ്കിലും 0 ആവോ മക്കളെ? ഇല്ല. ഷെല്ലിന്റെ വാല്യൂ 1, 2, 3 അങ്ങനെ വരുള്ളൂ അല്ലെ. എന്നിന്റെ വാല്യൂ 0. അതെന്തല്ല? പോസിബിൾ അല്ല. n cannot have 0 വാല്യൂ. അതുകൊണ്ട് ഈ ഒരു സെറ്റ് എന്തല്ല? പോസിബിൾ അല്ല. ക്ലിയർ? അടുത്ത് നോക്കിക്കേ. n=1 ആണ്, l=0 ആണ്. n1 ആണെങ്കിൽ l0 എന്നുള്ള വാല്യൂ പോസിബിൾ ആണ്. l0 ആണെങ്കിൽ മാഗ്നറ്റിക്കിന്റെ വാല്യൂ 0 എന്താണ്? പോസിബിൾ ആണ്. സ്പിൻ -½ എന്നുള്ള വാല്യൂ പോസിബിൾ ആണ്. അപ്പൊ ഈ സെറ്റ് എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, സിമിലർ വേയിൽ എല്ലാ സെറ്റും എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി കേട്ടോ വാല്യൂസ്. അടുത്ത് n=1 l=1. അത് പോസിബിൾ ആണോ? എല്ലിന്റെ വാല്യൂ ഏതാ നമ്മൾ പോസിബിൾ പറഞ്ഞത്? 0 to n-1 അല്ലേ. അപ്പോൾ എന്നിന്റെ വാല്യൂ 1 ആണെങ്കിൽ 1 - 1 0 മാത്രമല്ലേ പോസിബിൾ ഉള്ളൂ. 1 വരും എല്ലിന്. n1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ എന്ത് വരില്ല? 1 വരില്ല. ക്ലിയർ ആണോ? അതായത് n=1 l=1 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. n-1 0 മാത്രമേ ഈ കേസിൽ എന്ത് വരുള്ളൂ? പോസിബിൾ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഈ സെറ്റ് എന്തല്ല? പോസിബിൾ അല്ല. നാലാമതൊന്ന് ചെയ്ത് നോക്കിക്കേ. n=2 l=1 എന്താണ്? പോസിബിൾ ആണ്. ml വാല്യൂ, മാഗ്നറ്റിക്കിന്റെ വാല്യൂ 0 വരുന്ന, ഇൻക്ലൂഡിങ് 0 -l to +l ആണ്. അപ്പൊ അതും പോസിബിൾ ആണ്. സ്പിന്ന് -½ എന്താണ്? പോസിബിൾ ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ സെറ്റ് എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. n=3 l=3 പോസിബിൾ ആണോ? നോട്ട് പോസിബിൾ. ബിക്കോസ് n=3 വന്നിട്ടുണ്ടെങ്കിൽ l cannot have 3 വാല്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ n-1 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ ഏതാണോ വരുന്നത് 3 വന്നിട്ടുണ്ടെങ്കിൽ 3 - 1 2 വരെ പോസിബിൾ ഉള്ളൂ. 3 പോസിബിൾ അല്ല കേട്ടോ. എന്നിന്റെ വാല്യൂ എന്താണോ n-1 വാല്യൂ വരെ ആർക്ക് പോസിബിൾ ഉള്ളൂ? എല്ലിന് പോസിബിൾ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ l cannot have ഈ ഒരു വാല്യൂ വന്നതാണ് അവിടെ എന്ത്? മിസ്റ്റേക്ക്. അപ്പൊ ഈ സെറ്റ് എന്തല്ല? പോസിബിൾ അല്ല. ഓക്കെ, ലാസ്റ്റ് സെറ്റ് നോക്കിക്കേ. n=3 l=2. n-1 3 - 1 2 ആണ്. അപ്പോൾ പോസിബിൾ ആണ്. മാഗ്നറ്റിക്കിന്റെ വാല്യൂ 0 പോസിബിൾ ആണ്. സ്പിന്ന് +½ പോസിബിൾ ആണ്. അപ്പൊ ടോട്ടൽ സെറ്റ് എന്ത് വരും? പോസിബിൾ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് എന്ത്? കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പോൾ നമ്മൾ അത് എന്താണെന്ന് പഠിച്ചു, 4 ടൈപ്പ് പഠിച്ചു, ഓരോന്നിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചു, അതിൻ്റെ കുറേ പ്രോബ്ലംസും ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ ലാസ്റ്റുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.